നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോവാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ഒരുങ്ങാം, കുളിച്ചിട്ട് വരാം പെട്ടെന്ന്. കൊച്ചാ ഇന്ന് ജീൻസും ടോപ്പും ഇടാം. ഞാൻ അതിൻ്റെ ഉള്ളിൽ അതൊരു ബ്ലാക്ക് ഇന്നറായിട്ടെ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വൈറ്റ് ഇട്ട് നോക്കിയപ്പം ബെറ്റർ ആണെന്ന് തോന്നി. ഇനി മുഖത്തും കയ്യിലും ഒക്കെ ഇച്ചിരി ഓയിൽ തേച്ചിട്ട് നമുക്ക് മേക്കപ്പ് തുടങ്ങാം. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. എനിക്ക് മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ഇച്ചിരി ഓയിൽ ആദ്യം തേക്കും, അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും തേക്കാറുള്ളൂ. ഞാനുണ്ടല്ലോ ഏത് ഡ്രസ്സ് ഇട്ടാലും എനിക്ക് ഒരു മേക്കപ്പ് മെത്തേഡേ ഉള്ളൂ. എനിക്ക് ഈ മേക്കപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ലെന്നേ. എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആദ്യം ഇടേണ്ടത് അവസാനം ഇട്ട് എൻ്റെ രീതിയിൽ ഞാനും ചെയ്യും. ഞാനേ കുറച്ച് പ്രൈമർ എടുത്തപ്പോൾ കൂടിപ്പോയി, അതാണ് ഞാൻ കയ്യിലും കൂടെ തേച്ചത്. എൻ്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും കുറേയൊന്നുമില്ല, ഉള്ളത് ഒരു വർഷം 1.5 വർഷം പഴക്കമുള്ളതാണ്. ഇതൊന്നും തീരുന്നില്ലല്ലോ ദൈവമേ, ഒന്ന് പുതിയത് വാങ്ങണമെങ്കിൽ. ഇനിയിപ്പോൾ മുടി കിട്ടുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഭയങ്കര ഭ്രാന്തിനെ പോലെ ഇരിക്കുന്ന മുടിയാണല്ലോ. അപ്പം ഞാനൊരു സിറം ഓർഡർ ചെയ്തായിരുന്നേ, ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് എങ്ങനെ കെട്ടിയാലും ഒരു മെന വരുന്നില്ല. ഇച്ചിരിയേലും മെന തോന്നുന്ന രീതിയിൽ ഒന്ന് കെട്ടി വരുമ്പോഴത്തേക്കും ക്ലിപ്പ് കാണത്തില്ല. എപ്പോഴും അങ്ങനെയാണ്. ഇത് എവിടെ പോകുന്നതാണോ എന്തോ. പിന്നെ കൈ കിട്ടിയ 2 യൂപ്പിന് വെച്ച് എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി, പിന്നെ പണ്ടേ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം. അങ്ങനെ ഞാൻ റെഡിയായി. ഇനി ഇവനെയും കൂടെ ഒന്ന് ഒരുക്കട്ടെ. ഇവനെ വെച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു കൂട്ടിയെന്ന് അറിയാം. ഇനി വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. മുന്നേ ഒക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ വലിയൊരു ഭാഗ്യമാണായിരുന്നു. ആബിൻ്റെ സാധനം കൊണ്ട് തന്നെ അത് നിറഞ്ഞേനെ. പാമ്പേഴ്സ് ആയിരുന്നു കൂടുതലും. 1.5 വയസ്സായപ്പോൾ തന്നെ നമ്മൾ പാമ്പേഴ്സ് അങ്ങ് നിർത്തലാക്കി. അത് വാങ്ങി തന്നെ കുടുംബം മുടിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇത് മതി. പോവാടാ, ഒരു ഉമ്മതാ. താഴെ അപ്പം വെയിറ്റിങ്ങിലായിരിക്കും. നമ്മൾ കയറി പോന്നിട്ട് ഇപ്പോൾ കുറേ നേരമായി. എന്തായാലും വഴക്ക് കിട്ടും. പുള്ളിക്ക് വന്നിട്ട് 10:30 ബസ്സിന് എറണാകുളത്ത് പോകാനുള്ളതാണേ. പോകാനൊക്കെ ഒരുങ്ങി. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ലേറ്റായോ? ഏയ് ചെറിയ ചിരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ. എപ്പോൾ വന്നാലും ഒരു അൽഫാം കഴിക്കാൻ പോക്ക് നമുക്ക് ശീലമുള്ളതാ. അതിൽ നിന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇച്ചിരി ദൂരെ എങ്ങാനും പോകാമെന്ന് വിചാരിച്ചേ. സമയം ജസ്റ്റ് 4:30 ആയതേ ഉള്ളൂ. ഇനി ഏത് ദൂരം പോകാനാ?